Bad boys, bad boys, what you gonna do? What you gonna do? മണ്ണാങ്കട്ട എന്തൊരു DNA ഉള്ള ഒരു സിനിമ, ഒരു ഫ്രാഞ്ചൈസി ആയിരുന്നു അറിയാം ബാഡ് ബോയ്സ് എന്ന് പറയുന്നത്. വിൽ സ്മിത്തും മാർട്ടിൻ ലോറൻസും കൂടി ഓരോ കേസുകളും തെളിയിക്കുന്ന ഒരു രീതി, അവർ രണ്ടുപേരും ഒരു ഒരു കോംബോ ഉണ്ടായിരുന്നു. ഈ ഒരു സിനിമ എന്താ വെച്ച് കഴിഞ്ഞാൽ 2010 തോന്നുന്നു ലാസ്റ്റ് സിനിമ ഇറങ്ങിയത്. ലൈക്ക് ദ തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ്. യെസ്, ഇവരെപ്പോഴും അവിടെ സ്റ്റക്കാണ്. ഈ ഒരു സിനിമ അവിടെ സ്റ്റക്കായിരിക്കുകയാണ്. എന്താ പറയുക, 2024 അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടെക്നോളജി അല്ലെങ്കിൽ ഇപ്പോഴത്തെ രീതികൾ അതൊന്ന് ഫോളോ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ പൾസ് ഒന്ന് മനസ്സിലാക്കി ചെറിയ ചേഞ്ചസ് ഒക്കെ ഒന്ന് വരുത്താം. എവിടെ ഇതെന്താ പറയുക, മാർട്ടിൻ ലോറൻസ് അവർ രണ്ടുപേരും വിൽ സ്മിത്തിനെ വിളിച്ച് നമുക്ക് ഒരു കഥയുണ്ട്, ബാഡ് ബോയ്സ് ഒന്ന് റീപ്രൈസ് ചെയ്തെടുക്കാം, കുറച്ച് ക്യാഷിൻ്റെ ഷോർട്ട് ഉണ്ട്, സോ നമുക്ക് ഈ ഒരു പേരും വച്ചിട്ടൊരു പടം അങ്ങനെ ഇറക്കാം. സിമിലർ എന്താ പറയുക, മാത്സ് ടീച്ചർ സ്കൂളിൽ വരുന്ന പോലെ, നമ്മുടെ ക്ലാസ് റൂമിൽ വരുന്ന പോലെയാണ്. ഒരു പ്രോബ്ലം ഇട്ട് തരും, അത് സോൾവ് ചെയ്യും. അപ്പോൾ അടുത്ത പ്രോബ്ലം ഇട്ട് തരും, അത് സോൾവ് ചെയ്യും. അങ്ങനെ അടുത്ത പ്രോബ്ലം ഇട്ട് തരും, അത് തന്നെ സോൾവ് ചെയ്യും. ഇത് തന്നെയാണ് ഇവരെ പണി. മയാമി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രോബ്ലം വന്നു, അത് സോൾവ് ചെയ്യുന്നു. ഇത് തന്നെയാണ് സിനിമ. ഈ സെയിം ത്രെഡ് ലൈൻ ഹോളിവുഡിൽ എത്രയോ പടങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ടത് വീണ്ടും 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 ഇട്ട് അങ്ങോട്ട് വേർപ്പിക്കാം. പടം കുഴപ്പമൊന്നുമില്ല, കാണാൻ രസമൊക്കെ ഉണ്ട്. പക്ഷേ മയാമി ബീച്ചിൻ്റെ ആ ഒരു കളർഫുൾനെസ്സും ഈ വിൽ സ്മിത്ത് പിന്നെ മാർട്ടിൻ ലോറൻസും കൂടി ഓടിക്കുന്നൊരു പോർഷെ 911 ഉണ്ട്. തുടക്കത്തിൽ ചെറിയ ഡ്രിഫ്റ്റിംഗ് സീൻ മാത്രമേ ഉള്ളൂ, പിന്നെ പൊടി പോലും വണ്ടീനെ കുറിച്ച് കാണിക്കുന്നില്ല. ഇഷ്ടം പോലെ ലൊക്കേഷൻസൊക്കെ എടുത്ത് കാണിച്ച് ഒന്ന് വൈബ്രൻ്റ് ആക്കാൻ പറ്റാവുന്ന രീതിയിൽ ഒരു ഇത് ഉണ്ടായിട്ടും ഇതൊരു പക്ക ഷോർട്ട് ഫിലിം പോലെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് എന്നാ പടം 5th ഇൻസ്റ്റാൾമെൻറ്റ്. നമ്മളൊക്കെ 8ാം ക്ലാസ് 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ കണ്ട് ത്രസിപ്പിച്ച ഒരു പേരാണ് ബാഡ് ബോയ്സ്. ഇപ്പോൾ അത് പക്ക. ഇതിൽ മാർട്ടിൻ ലോറൻസ് പ്രായമായിട്ട് ഇങ്ങനെ കവളൊക്കെ ചാടി പണ്ടാരടങ്ങിയിരിക്കുകയാണ്. നല്ലോണം തോന്നിക്കുന്നുണ്ട്. വിൽ സ്മിത്ത് എന്നാലും കുഴപ്പമില്ല. മാർട്ടിൻ ലോറൻസ് ആണെങ്കിൽ ആകെ വശമായി വയസ്സന്നെ, എനിക്ക് വയ്യ അഭിനയിക്കാം, എന്നാലും ഞാൻ അഭിനയിക്കും, എനിക്ക് വലിയ കാശ് കിട്ടുന്ന കാര്യമല്ലോ എന്ന രീതിയിലാണ് കക്ഷി അഭിനയിച്ച് പോയിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ അടുത്ത ഇറ്ററേഷൻസ് ഇനിയും വരാൻ ചാൻസസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കിയിട്ട് വേണം അവർ തീരുമാനിക്കാൻ പോകുന്നത് ഇനി അടുത്ത കുറച്ച് സീക്വൽസും കൂടി ഇറക്കാൻ. അതിനുള്ള സ്കോപ്പൊക്കെ ഈ പടത്തിനുണ്ട്. ആസ് യൂഷ്വൽ ഒരു സിമിലർ എന്താ പറയുക, കേസ് സോൾവിങ് മിസ്റ്ററി, സ്കൂബിഡും ഷാഗിയും കൂടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു യൂഷ്വൽ മിസ്റ്ററി അവരങ്ങോട്ട് സോൾവ് ചെയ്യുന്നത് സിമിലർ. ആ ട്രെയിലറിനെ തന്നെ എല്ലാം എന്താ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കഥ എന്തായിരിക്കും എന്നുള്ളത്. രണ്ടുപേരും ഒരു കള്ളക്കേസിൽ ഫ്രെയിം ചെയ്യപ്പെടുന്നു, എന്നിട്ട് അവരത് രണ്ടുപേരും കൂടി സോൾവ് ചെയ്യും. ഹാപ്പി എൻഡിങ്, എവറിത്തിങ്. എന്താ പറയുക, ഒരു ക്ലിഫ് ഹാങ്ങറോ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻസോ ഒന്നും വയ്ക്കുന്നില്ല. സോ എന്താ പറയുക, ഇനി അടുത്ത കേസ് വരും, അത് സോൾവ് ചെയ്യും. ആ രീതിയിൽ അങ്ങോട്ട് പോയി. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ പറഞ്ഞ സിനിമ ഇറങ്ങിയത്. സോ അത് ഉള്ളതുകൊണ്ട് ഒരു ഓളത്തിൽ എൻജോയ് ചെയ്തിരുന്നു. നമ്മുടെ ഈ ബാഡ് ബോയ്സിലെ കോമഡി എന്നൊക്കെ പറയുന്നത് ആ പഴയ കോംബോ അവർക്ക് നഷ്ടപ്പെട്ട പോലെ ഒരു ഫീൽ എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്തു. എസ്പെഷ്യലി മാർട്ടിൻ്റെ ഭാഗത്ത്. വിൽ സ്മിത്ത് എന്നാലും കുഴപ്പമില്ല, മാർട്ടിൻ്റെ ഭാഗത്ത് ഒരു പുള്ളിക്കാരൻ എന്തോ വയ്യ. ഐ എം ടയേർഡ്, എനിക്ക് പതുക്കെയൊക്കെ ഡയലോഗ് പറയാൻ പറ്റത്തുള്ളൂ. സോ വേണമെങ്കിൽ വന്നാൽ കണ്ടോ. ബാഡ് ബോയ്സ് ആയതുകൊണ്ട് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കാണുമെന്ന് എനിക്കറിയാം. സോ ഐ ഡോണ്ട് കെയർ, ഞാൻ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമെന്ന രീതിയിൽ ആളിങ്ങനെ അഭിനയിച്ചുകൊണ്ട് കിട്ടിയൊരു ഫീലാണ്. ബട്ട് എല്ലാവർക്കും അങ്ങനെ തന്നെ ആവണമെന്നില്ല. പക്ഷേ എന്താ പറയുക, ഞാൻ സിനിമ തിയേറ്ററിൽ പോയപ്പോൾ ഇങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ കാണുമ്പോൾ അട്ടഹാസം. ക്യാമിയോ മറ്റേത് അതിന് ഇതിലിഷ്ടം പോലെ എന്താ പറയുക, വൻ താരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. DJ ഖാലിദും അവരൊക്കെ അവിടെ സ്ക്രീനിൽ കണ്ട ഇതുപോലും ഇല്ല. ഐ മീൻ ഇൻസ്റ്റാഗ്രാം ഫേമസ് ആയ 2 പേരും ഉണ്ടായിരുന്നു. മറ്റൊരു പേരാണ് ആഫ്രിക്കേണ്ട മറന്നു. ആ 2 പേരും ഉണ്ടായിരുന്നു. അവരെങ്ങടെ ആ ഫ്രെയിമിൽ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞാൽ അത് പോയി തീർന്നു. ഇത് പക്ക എന്താ പറയുക, എൻ്റെ പേരിന് ചുമ്മാ ഒന്ന് ഇട്ടെറിഞ്ഞ ഒരു സിനിമ പോലെ ഫീൽ ചെയ്തു, അത്രയേ ഉള്ളൂ. പടം ബോറൊന്നുമല്ല, പക്ഷേ എന്താ പറയുക, ഒരു ഷോർട്ട് ഫിലിം ഫീൽ. ആകെ കൂടി ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്. തുടക്കത്തിൽ ആ പോർഷെ 911 ചെറിയൊരു ഡ്രിഫ്റ്റിംഗ്, ഐ തിങ്ക് ഹാർഡ്ലി 5 to 15 seconds. അത് കഴിഞ്ഞാൽ ക്ലൈമാക്സിൽ ഫൈറ്റിൽ വിൽ സ്മിത്തിൻ്റെ ഗൺ തോക്കിൻ്റെ ഇവിടെ
ഇത് തോക്കാണ്. ഇതും ഒരു ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ തിരിക്കുന്ന ഒരു സീനുണ്ട്. ഐ തിങ്ക് 2 മിനിറ്റോളം ദൈർഘ്യമുണ്ട്. ആ തോക്ക് എങ്ങനെ എറിയുന്നു, അതോടൊപ്പം ക്യാമറേൻ്റെ ഒപ്പം പോകുന്നു. ഒരു പക്ക വൈബ്രൻ, ഞാൻ ഇതുവരെ കാണാത്ത ഒരു രീതി. അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതാണ് ഈ സിനിമയിലേക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഒരു പിടിച്ചിരുത്തിയത്. വാവ്, ഇങ്ങനത്തെ ഒരു സീനെങ്കിലും ഉണ്ടല്ലോ കാണാനായിട്ട്, ഒരു ത്രില്ല് തോന്നിയത്. ബാക്കിയൊക്കെ സ്ഥിരം പരിപാടി തന്നെ. എത്ര വെടി വെച്ചാലും വെടി കൊണ്ടാലും വിൽ സ്മിത്തും മാർട്ടിൻ ലോറൻസും ഐ എം ഫൈൻ, ഐ വോണ്ട് ഡൈ. ബാക്കിയൊക്കെ ചത്ത് പറഞ്ഞോട്ടെ, ബട്ട് ഐ എം ഇൻവിൻസിബിൾ, താനോസ് പറഞ്ഞ പോലെ. അങ്ങനത്തെ ഒരു ഐറ്റം രണ്ടുപേരും കൂടി കാഴ്ചവെച്ച് ഞങ്ങൾ പോയി. സോ ഗൈസ്, ബാഡ് ബോയ്സിൻ്റെ ആ പഴയ DNA അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു പഴയ ത്രെഡ് ലൈൻ തന്നെ, ഒരു കേസ് കിട്ടി, അത് സോൾവ് ചെയ്യുന്നു, ഇത്രയേ ഉള്ളൂ. പക്ഷേ ത്രില്ലിങ് ദാറ്റ് വാസ് ആബ്സെൻറ്റ്. അതാണ് എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയത് ഈ പടത്തെക്കുറിച്ചിട്ട്. ബാഡ് ബോയ്സ് ഷുഡൻറ്റ് ഹാവ് ബീൻ ലൈക്ക് ദിസ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഗൈസ്, അടുത്ത സീക്വൽസിനുള്ള സകല സ്കോപ്പും വച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇതിൻ്റെ വിജയം കണ്ടറിഞ്ഞിട്ട് വേണം അവർ തീരുമാനിക്കുള്ളൂ. ആസ് ഓഫ് നൗ ദിസ് ഈസ് കൈൻഡ് ഓഫ് എ ബോക്സ് ഓഫീസ് ഹിറ്റ്. സോ അടുത്ത ഇറ്ററേഷൻസ് വരും. കാരണം വിൽ സ്മിത്ത് ഇപ്പോൾ അധികം പടത്തിലൊന്നും അഭിനയിക്കുന്നില്ല, മാർട്ടിനും അധികം പടത്തിലില്ല. സോ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും വെച്ച് അഭിനയിച്ച് പോട്ടെ, എക്സ്ട്രാ ക്യാഷ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് കാണുമായിരിക്കും. ആൻഡ് വിൽ സ്മിത്ത് ഇസ് ഓൾസോ എ പ്രൊഡ്യൂസർ ഫോർ ദിസ് മൂവി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത മൂവി റിവ്യൂവിൽ സ്റ്റേ ട്യൂൺഡ്.